ജപ്പാനിലെ എൻ്റെ ഒരു അവധി ദിവസമാണ് ഇന്ന്. ഇന്നൊരു വൺ ഡേ ട്രിപ്പ് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. റൂമിലിരുന്നിട്ട് ബോറടിച്ചു. അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ശനിയാഴ്ച ദിവസമാണ്. ഈ കാണുന്നതാണ് ബസ്. ബസ്സിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ ഒരു ബസ്സിലെ ടിക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഇതുപോലുള്ളൊരു പേപ്പർ നമുക്ക് മിഷനിൽ നിന്ന് എടുക്കണം. ആ ഒരു സ്ക്രീനിൽ ഇതിലുള്ള നമ്പർ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാണിക്കുന്ന പ്രൈസാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ്. ബസ്സിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. പ്രായമായവരാണ് അധികവും ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയത്. എൻ്റെ റൂമിൽ നിന്ന് ഒരു 10-12 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ തൊയാമ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അതല്ലാതെ ലോക്കലായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വേറെയും ഒരുപാടുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ ഈ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വലിയ റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ കയറിയ ഫീലാണ്. അത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. അങ്ങനെ ഓടി വന്നപ്പോൾ എൻ്റെ ട്രെയിനും വന്നു. ട്രെയിനിൽ കയറിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. ജപ്പാനുകളെക്കാളും എനിക്ക് കാണാൻ പറ്റിയത് ഇന്തോനേഷ്യക്കാരെയും പിന്നെ ഫിലിപ്പീനുകൾ, നേപ്പാളികളൊക്കെ ആയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്റ്റോപ്പായ തക്കോക്ക എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. നമ്മളിവിടെ ഇറങ്ങിയത് ഒരു ഇയോൺ മാൾ എന്ന് പറയുന്നൊരു മാളുണ്ട്. വലിയൊരു മാളാണ് ജപ്പാനിലെ. അപ്പോൾ ആ ഒരു മാള് കണ്ടിട്ട് തന്നെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്നുകൂടി ട്രെയിൻ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വന്നത് നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ ഒരു ഷൂ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്യൂമയുടെ സ്പീഡ് കാറ്റ് എന്ന് പറയുന്ന ഷൂ. അത് വാങ്ങാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. 2 കബാബും 2 മാംഗോ ലസ്സിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നടക്കുമ്പോഴാണ് ഇതുപോലെയുള്ളൊരു ഷോപ്പ് കണ്ടത്. നേപ്പാളിൻ്റെയും ഇന്ത്യയുടെ ഒക്കെ കൾച്ചർ വെച്ചിട്ട് ജപ്പാൻകാരുണ്ടാക്കിയൊരു ഷോപ്പാണ്. നല്ല അടിപൊളി സ്ട്രക്ചറാണ്. ഒരുപാട് നല്ല കളക്ഷനുകളും ആംബിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു ഇത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ABC മാർട്ടിലേക്ക് വന്നു. ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ഷൂ. അങ്ങനെ ഈ ഷൂ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി മാളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ വ്യൂ പോയിന്റിലേക്ക് പോകാം. ജപ്പാനിലെ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നമുക്ക് കാലിൻ്റെ സൈസ് നോക്കിയിട്ട് ഷൂ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള കാർപ്പറ്റുകൾ വെച്ചിട്ടുണ്ടാവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോയി. ഇവിടുന്ന് ഒരു ട്രെയിൻ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അമഹരാശി കോസ്റ്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്ക് എത്തും. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടായിരിക്കും. നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.